നമസ്കാരം. നമ്മുടെ ഇന്നത്തെ യാത്ര ചെങ്ങന്നൂരേക്കാണ്. ചെങ്ങന്നൂരുള്ള നൂറ്റവൻ പാറയിലേക്ക്. ചെങ്ങന്നൂർ എന്ന ദേശം ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. മഹാദേവ ക്ഷേത്രം, ദേവിയുടെ തെപ്പൂത്താറാട്ട്, പാണ്ഡവൻ പാറ, നൂറ്റവൻ പാറ, അങ്ങനെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ചെങ്ങന്നൂർ എന്ന ദേശം. ഇവിടെ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റവൻ പാറ എന്ന കൗരവരുടെ ഒളിത്താവളമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇവിടെ പാണ്ഡവർ വന്ന് അജ്ഞാതവാസം നടത്തിയിരുന്ന സമയത്ത് അവരെ തേടിപ്പിടിക്കാൻ വേണ്ടി കൗരവർ ഇവിടെ എത്തിയിരുന്നതായിട്ടാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അതാണിത് നൂറ്റവൻ പാറ എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ഈ നൂറ്റവൻ പാറ. അങ്ങേയറ്റം അപകടകരമായ ഡേഞ്ചറസ് സോണിൽ പെടുത്തിയിരിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ ഇപ്പോൾ പ്രവേശനം നിരോധിച്ചിരിക്കുക. 6-7 മാസമായിട്ട് ഇവിടെ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഈ പാറയുടെ മുകളിൽ നിന്നും ഒരു പെൺകുട്ടി വീണ് മരണപ്പെടുകയുണ്ടായി. അങ്ങനെ പോലീസും നാട്ടുകാരും വഴിയെല്ലാം അടച്ചു. ഇവിടെ കോളേജ് വിദ്യാർത്ഥികൾ ഇവിടെ എത്താറുണ്ടായിരുന്നു, സ്കൂൾ കുട്ടികൾ എത്താറുണ്ടായിരുന്നു, ഫാമിലികൾ എത്താറുണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അതീവ മനോഹരമായ വ്യൂ ആണ്. അത് നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പലരോടും വഴി ചോദിച്ച് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ് അങ്ങോട്ട് പോകണ്ട, അവിടെ കടത്തി വിടില്ല, അവിടെ വഴി അടച്ചിരിക്കുക, അത് ഡേഞ്ചർ സോണായി പ്രഖ്യാപിച്ച് ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ശുഭാനന്ദാശ്രമമുണ്ട്. അപ്പോൾ ശുഭാനന്ദാശ്രമത്തിലെ സ്വാമിമാരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചാനലിന് വേണ്ടി ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, ഒറ്റയ്ക്ക് പോകാമോ, ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൊക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ചേട്ടൻ പൊക്കോളാൻ പറഞ്ഞ് എന്നെ കയറ്റിവിട്ടുകയാണ്. ഇതാണ് കൗരവൻ പാറ. ഈ പാറയടിയിൽ വലിയ ഗുഹകളുണ്ട്. ഈ പാറയിൽ നിന്നാണ് ആ കുഞ്ഞ് വീണ് മരിച്ചത്. ആ ഇടതുവശത്തായിട്ട് കണ്ടതാണ് ഈ നാട്ടുകാർക്ക് വേണ്ടി അവർ മഴവെള്ളം സംഭരിച്ചുള്ള ഒരു മഴവെള്ള സംഭരണിയായി കാണുന്നത്. ഈ പാറയുടെ ഏറ്റവും ഉച്ചിയിലാണ്. ഇതാണ് ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. ഇവിടെ നിന്ന് വൈകുന്നേരങ്ങളിലുള്ള കാഴ്ച അതിമനോഹരം. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. നമ്മൾ വ്യൂ ഇത് ക്യാമറയിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ വളരെ ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ഗുഹയിലാണ് കൗരവർ വന്ന് പാണ്ഡവരെ അന്വേഷിച്ച് വന്ന് ഒളിവിൽ താമസിച്ചതെന്ന് ഐതിഹ്യം. അപ്പോൾ ഇവിടെ ഈ പാഴയുടെ ഇടതുവശമെന്ന് പറഞ്ഞാലും ഈ മുൻവശമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ വൻ വൃക്ഷങ്ങളുടെ ഭയങ്കര ഉയരത്തുള്ള വൻ വൃക്ഷങ്ങളുടെ മേളിലത്തെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. തടിയൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഉദ്ദേശിക്കാമല്ലോ ഈ കൊക്ക എത്രമാത്രം വലിയ കൊക്കയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പം നമ്മളിങ്ങോട്ട് കയറി വന്ന സമയത്തൊരു കുടമുരുട്ടി എന്ന് പറഞ്ഞൊരു പാറ കണ്ടായിരുന്നു. ഒരു കൂമ്പിച്ചിരിക്കുന്ന ഒരു പാറ ഫസ്റ്റിലേ നമ്മൾ കണ്ടില്ലേ. ആ പാറയ്ക്കുമുണ്ട് ചരിത്രങ്ങൾ. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ മുകളിൽ ഒരു എംബളം അവരത് ഡ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ വർഷവും സയൻറ്റിസ്റ്റുകൾ വന്ന് അതിലെന്തോ പഠനമൊക്കെ നടത്തി അവർ റിസർച്ച് ചെയ്തിട്ട് പോകും. ഓരോ വർഷവും അതിനകത്ത് ഇങ്ങനെ വട്ടത്തിലെടുത്തിട്ട് അതിനകത്തൊരു ചതുരം, അതിനകത്തൊരു സ്വസ്തിക്ക് ഒക്കെ അടിച്ചിട്ടുണ്ട്. അത് സയൻറ്റിസ്റ്റുകൾ എല്ലാ വർഷവും വരാറുണ്ട്. വന്നിട്ട് അവരതിലെന്തൊക്കെയോ പഠനം നടത്തി അവിടുന്ന് അതിൻ്റെ സാമ്പിളുകളോ എന്തൊക്കെയോ ശേഖരിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ കാണുന്ന ഈ നൂറ്റവൻ പാറ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അതിനോട് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ നാട്ടുകാരെല്ലാം താമസമുണ്ട്. ഈ ഒരു ദേശം മുഴുവൻ വളരെ ദുർഘടമാണ് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ വേണ്ടിയിട്ട്. വഴിയൊന്നുമില്ല. ഉണ്ടായിരുന്ന ചെറിയ ഒരു ഒറ്റയടിപ്പാത അത് നാട്ടുകാർ തടഞ്ഞു. ഇത് നമ്മുടെ പാറയുടെ കിഴക്ക് വശമാണ്. അപ്പം അങ്ങോട്ട് ഞാൻ പോയില്ല. അങ്ങോട്ട് നടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. എങ്കിലും ആ സൈഡൊന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് എടുത്തതാണ്. പാറയാ, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. അതേ കണ്ടില്ലേ, ഇത് ഈ കാണുന്നതിൻ്റെ ഇത് കിഴക്ക് വശമാണ്. നമ്മൾ ആദ്യം കണ്ടത് പടിഞ്ഞാറ് വശമാണ്. ഈ ഭാഗവും അഗാധമായ കൊക്കയാണ്. ഒരാന നിന്ന് കഴിഞ്ഞാൽ ആനയുടെ മുകൾ വശം എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് ഈ പാറയുടെ മുകൾ വശം. നന്നായി നമ്മൾ ബാലൻസ് ചെയ്ത് നിന്നില്ല എങ്കിൽ അതുപോലെ തന്നെ ഭയങ്കര കാറ്റുമാണ്. നമ്മൾ ബാലൻസ് ചെയ്ത് നിന്നില്ല എങ്കിൽ അപകടം 100% ഉറപ്പാണ്.
അപ്പോൾ ഇവിടെ ആരും വരാൻ ശ്രമിക്കരുത്. ഇത് കാണുക ആണ്, നാട്ടുകാരും കടത്തിവിടത്തില്ല ഇങ്ങോട്ടത്തേക്ക്. താഴത്തെ ഗുഹയൊന്നും നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല, അതെല്ലാം അടച്ചു. അങ്ങോട്ടത്തേക്ക് വഴിയൊന്നുമില്ല, ഒരു പ്രവേശനവുമില്ല. ഞാൻ അവിടുന്ന് തിരിച്ചിറങ്ങി വരുവാണ്. വളരെ കഷ്ടപ്പെട്ട അങ്ങോട്ട് കയറിയത്, അതിനേക്കാട്ടിൽ പ്രയാസമായിരുന്നു തിരിച്ചിങ്ങോട്ട് ഇറങ്ങാൻ. ഒത്തിരി ബുദ്ധിമുട്ടി. അപ്പം ഈ ഇറങ്ങി വരുന്നിടത്താണ് നമ്മുടെ ശുഭാനന്ദാശ്രമത്തിലെ ഒരു സ്വാമിയുടെ വീടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഈ പാറയെപ്പറ്റിയുള്ള ചരിത്രങ്ങളൊക്കെ കുറച്ച് ചോദിച്ചു. കുറച്ചൊക്കെ അദ്ദേഹമാണ് ഇതിനെപ്പറ്റി പറഞ്ഞു തന്നത്. ഒരുപാട് ഐതിഹ്യങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത് കണ്ടില്ലേ, ഇതായിരുന്നു നമുക്ക് അങ്ങോട്ടത്തേക്കുള്ള വഴി. ഈ ഒരു ചെറിയ ഒരു ഒറ്റയടിപ്പാത, നടപ്പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പോലീസും നാട്ടുകാരും കൂടി അടച്ചിരിക്കുകയാണ്. ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടുന്ന പിന്തുണ തരണം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.